എവ്രിവൺ, വെൽക്കം ടു റോഷ്നാസ് വൈബ്സ്. എൻ്റെ പേര് റോഷ്ന. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോളേജിൽ അതായത് കുറച്ച് എന്താ പറയുക, സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് മാത്രമല്ല ഡൊമസ്റ്റിക് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ കോളേജിൽ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ക്ലാസ് എത്താറായി. ആ ഒരു ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ കയറേണ്ടത്. എൻ്റെ ഫുള്ള് സ്നോ വീണ് കിടക്കുകയാണ്. ഇന്നലെ നല്ല സ്നോ വീണിട്ടുണ്ട്. ബട്ട് ഇന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. സണ്ണി, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. കുറച്ച് ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ഡേ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നല്ല തണുപ്പായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വന്ന് വീണ് കിടക്കുന്ന ഒരു സ്നോ ഉണ്ടല്ലോ, ആ ഒരു മഞ്ഞ് വീണ് കിടക്കുന്നത് ഉരുകുമ്പോഴായിരിക്കുമല്ലോ തണുപ്പ് കൂടുതൽ. അപ്പോൾ അങ്ങനെയാണ്, അല്ലാതെ വെയിലുണ്ടെന്ന് വെച്ചിട്ട് ഒരിക്കലും തണുപ്പ് കുറയുന്നില്ല. നല്ല തണുപ്പാണ്. സ്നോ വീണുകൊണ്ടിരിക്കുമ്പം ഇതിനേക്കാളും തണുപ്പ് കുറവായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, അതങ്ങനെയാണ്. കണ്ടോ, അടിപൊളിയല്ലേ? അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. കുറച്ച് കാര്യങ്ങൾ, അതായത് കാണിക്കാൻ പറ്റുന്നത് കാണിക്കാം. നമുക്ക് ചില സ്ഥലത്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് വേണമെങ്കിൽ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് അറിയില്ല. അപ്പം ഞാൻ കൂടുതലും എന്നെക്കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നല്ലത്, അല്ലേ? അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് പോവാണ്. ഫസ്റ്റ് നമുക്ക് ക്ലാസ്സിൽ പോവാം. ക്ലാസ്സൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ബ്രേക്ക് കിട്ടുമല്ലോ, അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതല്ലേ അതിൻ്റെ ഒരു ശരി, അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തായാലും ഇപ്പോൾ ക്ലാസ്സിൽ കയറി ഒരു 1 hour ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് അവർ 10 minutes ബ്രേക്ക് വരും. അപ്പം എല്ലാവരും പൊതുവേ എന്താ പറയുക, വെള്ളം കുടിക്കാൻ പോവുക, സ്നാക്സ് കഴിക്കാൻ പോവുക, അല്ലെങ്കിൽ വാഷ്റൂം പോവുക. ഈ 2-3 കാര്യങ്ങളാണ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ടിം ഹോർട്ടൻസ്, സ്റ്റാർബക്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം വാഷ്റൂമിൽ എന്താണ് അവർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് എന്താണ് അവർ തരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ നാട്ടിൽ എന്തായാലും അവർ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഈ ഒരു വാഷ്റൂമിലുള്ള കാര്യം അവരെന്താണ് നമുക്ക് വേണ്ടിയിട്ട് അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ബ്രേക്ക് വരട്ടെ, അപ്പോൾ എന്തായാലും കാണാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബ്രേക്കായി. അപ്പോൾ ഞാൻ വാഷ്റൂമിൽ വന്നേക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കാര്യം. നമുക്ക് സാനിറ്ററി പാഡ്സും ടാമ്പോൺസും ഫ്രീ ആയിട്ട് അവർ തരും. അത് എല്ലാ വാഷ്റൂമിലും വെച്ചേക്കും. ബട്ട് സാനിറ്ററി പാഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്. അത് ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാനിറ്ററി പാഡ്സ് താഴോട്ട് വരും. എത്ര വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അപ്പോൾ ഒന്നേ എടുക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എൻവലപ്പ് പോലെ ഒരു സാധനത്തിലാണ്, ഒരു പാക്കറ്റിലാണ് നമുക്കത് കിട്ടുക. അതേപോലെ തന്നെ മറ്റേ സൈഡിൽ ടാമ്പോൺസും ഉണ്ട്. എത്ര വേണമെങ്കിലും അതും എടുക്കാം. അതിൻ്റെ താഴെ ഇതേപോലൊരു ബട്ടണുണ്ട്, അവിടെ പ്രസ് ചെയ്താൽ മതി. ആണ് നമ്മൾ പോകുന്നതെന്ന്. സോ എൻ്റെ കാർഡ്, ഇതാണ് 1 കാർഡ്. ഈ കാർഡ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. ഇവിടെ വെൽക്കം കിറ്റ് കിട്ടും. അതേപോലെ തന്നെ ഡെയിലിയും 1 ആപ്പിൾ പ്രോട്ടീൻ ബാർ ഇതെല്ലാം കിട്ടും ഇവിടുന്ന്. അപ്പം ഇതാണ് അവർ തരുന്ന നെക്സ്റ്റ് സപ്പോർട്ട്. ഈ ഡെയിലിയിലേക്ക് നമുക്കൊരു സ്നാക്സ് പോലെയാണ്. നമുക്ക് ഡെയിലി ഇവിടെ വന്ന് വാങ്ങിക്കാം. 11 o'clock ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പോയി വാങ്ങിക്കാം. ഇതാണ് അവർ എനിക്ക് തന്ന കിറ്റ്. ഇത് വെൽക്കം കിറ്റാണ്. ഇതൊരു നോർമൽ ബാഗ് ആണ്. CSI മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫണസ്റ്റോക്കയുടെ CSI ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മുടെ 1 കാർഡ് കാണിച്ചിട്ട് കിട്ടുന്ന വേറൊരു കാര്യമാണിത്. ഇതിലെന്തൊക്കെയാന്ന്
ഇതിലെന്തൊക്കെയാണ് അവർ തന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് ഞാൻ ബാഗ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നോർമലായിട്ടുള്ള ഇങ്ങനെ ഒരു ബാഗ് ഉണ്ട്, നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ്, ഇങ്ങനെ 2 സ്ട്രാപ്പ് ഉള്ളതും അത്. ഓക്കെ, 2 സൈഡിൽ നമുക്ക് ബോട്ടിൽ വെക്കാനും അംബ്രല്ല വെക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഇതിലെന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാനെല്ലാം കൂടെ എടുത്ത് പുറത്തിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ബിക്കോസ് എനിക്ക് ട്രൈപോഡൊന്നുമല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ചെറിയ കാര്യങ്ങൾ രണ്ടെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് ഗ്ലൗ, ഇതിൽ ഗ്ലാറ്റ്, ഒരു പ്രോട്ടീൻ ബാർ. ഇത് നമുക്ക് ഡെയിലി കിട്ടുന്നതാണ്. ഓറഞ്ച് അല്ലെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ ഇതായത്. സൺഗ്ലാസ്, ടാഗ്, പിന്നെ ഒരു ബ്രഷ്, പിന്നെ ഒരു പെൻ, പിന്നെ സ്ക്രൂ ഡ്രൈവറാണ്. പിന്നെ ഒരു ഡയറി, ഫ്ലാഗാണ് കണസ്റ്റോഗയുടെ, അംബ്രല്ല. പിന്നെ ഇത് വാട്ടർ ബോട്ടിലാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്ലാസ്ക് ആണ് കേട്ടോ, എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് വെൽക്കം കിറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വാഷ്റൂമിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതേപോലെ തന്നെ നമുക്ക് ഡെയിലി കിട്ടുന്ന ഫ്രൂട്ട്സിൻ്റെ കാര്യം, അതായത് 1 കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഫ്രൂട്ട്സ് 2, അതായത് ചിലപ്പോൾ ആപ്പിൾ ആയിരിക്കും, ചിലപ്പോൾ ഓറഞ്ച് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ച്, ഒരു പ്രോട്ടീൻ ബാർ എടുക്കാം. ചിലപ്പം എല്ലാം ഫ്രൂട്ട്സ് തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ 2 ഫ്രൂട്ട്സ് ഏതെങ്കിലും 2 ആപ്പിളാണ് വെച്ചെങ്കിൽ 2 ആപ്പിൾ എടുത്തിട്ട് വരിക, അങ്ങനെയാണ്. ഓക്കെ, ഇപ്പം ഇന്ന് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഒരു ഓറഞ്ച്, പിന്നെ കുറച്ച് പ്രോട്ടീൻ ബാർസ് ഉണ്ടായിരുന്നു. നമുക്ക് അതിലേതെങ്കിലും ഒരു പ്രോട്ടീൻ ബാർ എടുക്കാം, അങ്ങനെയായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പ്രോട്ടീൻ ബാർ എടുക്കാം, 2 ഓറഞ്ച് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ 2 എണ്ണേ എടുക്കാൻ പാടുള്ളൂ, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ട്രാമും വരും, ബസ്സും വരും. അപ്പോൾ ഞാൻ ബസ്സിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ഗ്രോസറി വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മുടെ 1 കാർഡ് യൂസ് ചെയ്തിട്ട് ഉള്ള വേറൊരു ബെനിഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ബസ്സിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ട്യൂഷൻ ഫീസിൽ അത് ഇൻക്ലൂഡഡ് ആണ്. ഇങ്ങനെ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേ ചെയ്യാതെ യാത്ര ചെയ്യാം എവിടെ വേണമെങ്കിൽ. 1 കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം, എത്ര വേണമെങ്കിലും. അത് കളറാണെങ്കിൽ ബ്ലാക്ക് ആണെങ്കിലും. ഇതാണ് വേറൊരു ബെനിഫിറ്റ് നമ്മുടെ 1 കാർഡിൻ്റെ. ഇത് ലൈബ്രറി ആണ്. ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ വരാറുണ്ട്. ഇവിടെ ലൈബ്രറിയിൽ മാത്രമല്ല, ഇവിടെ വേറെ കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നത്. ഇത് ഒരു ഓപ്ഷനാണ്. പുറത്ത് ഒരുപാട് പ്രിൻറ്റിങ് മെഷീൻസ് ഉണ്ട്. നമുക്ക് അവിടുന്ന് പ്രിൻറ്റിങ് ഒക്കെ ചെയ്യാൻ പറ്റും, സ്കാനും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജിമ്മിൽ പോയാലോ? അപ്പോൾ ജിമ്മിൽ ഞാൻ എങ്ങനെയാണ് കാർഡ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നതാണ്. ചിലപ്പോഴേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ, ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താണെന്നുണ്ടെങ്കിലും ജിമ്മൊന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അവിടെ ചെന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ളത്, അതാണ് നമ്മുടെ വേറൊരു ബെനിഫിറ്റ് 1 കാർഡിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ജിമ്മിൽ പോയാലോ? ജിമ്മിൻ്റെ റിസപ്ഷനിൽ നമുക്ക് ഈ ഒരു നമ്മുടെ 1 കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അകത്ത് നമുക്ക് കാർഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് നമ്പർ പറഞ്ഞു കൊടുക്കണം. ബട്ട് ചെക്ക് ചെയ്യുമെങ്കിൽ ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് ചെയ്യാണ്. പിന്നെ അപ്പുറത്തേക്ക് പിറ്റാപ്പിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. അപ്പുറത്ത് കാണുന്നതും ജിമ്മാണ് ഫുള്ളും. പോയി അവിടെ ഇടയ്ക്കിടയ്ക്ക് കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്, ഒരുവിധം എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട് കേട്ടോ. എല്ലാ പിന്നെ വെയ്റ്റ്സ് ആണെങ്കിലും ഇവിടെ LB ആണ്, പക്ഷേ KG കൺവേർട്ട് ചെയ്തിട്ടുള്ളതും എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാനിങ്ങനെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കോളേജിൽ ഇത് മാത്രമല്ല, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാർഡ് യൂസ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ്സും ഒരുപാടുണ്ട്. എനിക്ക് കാണിക്കാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വലിയൊരു ലെങ്തി വീഡിയോ ആയി പോകും. അതുകൊണ്ട് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ ഞങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം. വെറ്റ് പൈപ്പ്സ് ഉണ്ട്,
അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഡസ്റ്റ്ബിന്നിട്ട് നമുക്ക് ഒരാൾ യൂസ് ചെയ്ത എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വെറ്റ് വൈപ്സ് യൂസ് ചെയ്ത് വൈപ്പ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഹൈഡ്രേഷൻ സ്റ്റേഷൻ, ആക്സസിബിൾ വാഷ്റൂം, പിന്നെ വെയിങ് മെഷീൻ ഉണ്ട്, ഹൈറ്റ് നോക്കാം, എല്ലാം നോക്കാം. BMI നോക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമുക്ക് BMI ചെക്ക് ചെയ്യാം. പിന്നെ ഇത് സെൻസറിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ബോട്ടിൽ വെച്ച് കൊടുത്താൽ മതി, അപ്പോൾ അത് ഫില്ലായിക്കോളും. ബോട്ടിലൊന്ന് ശരിക്കുമ്പോൾ തന്നെ സ്റ്റോപ്പ് ആയിക്കോളും. ഇത് വാഷ്റൂമാണ്, പിന്നെ ചേഞ്ചിങ് റൂം എല്ലാം കൂടെ ഉള്ളതാണ് കേട്ടോ. ജിമ്മിൻ്റെ എല്ലാം ഫ്രീ ആണ്, നമ്മളൊന്നിനും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോക്കേഴ്സ് ഉണ്ട്, നമ്മുടെ ഡ്രസ്സ്, ആക്റ്റീവ് വെയർസ്, ഷൂസ് എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട്. രാത്രി നമ്മുടെ കോളേജ്, ഇത് റിക്രിയേഷൻ സെൻ്ററാണ്, ഇവിടെയാണ് ജിമ്മ്. പുറത്തുനിന്ന് ഇങ്ങനെയാണ് നമ്മുടെ ജിം. ഇത്രയും അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇന്നത്തെ പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കോളേജിലുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല തണുപ്പാണ്, എനിക്ക് കൈ പുറത്തിട്ടിട്ട് എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പാട്, നല്ല വേദനയുണ്ട്. ഇവിടെ ഇപ്പം -2 ഡിഗ്രിയാണ്. പിന്നെ നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ സണ്ണി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോ ഉണ്ടെങ്കിൽ, നല്ല വെയിലുണ്ടെങ്കിൽ തണുപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞത് മാറിപ്പോയോ എന്ന് ആരും വിചാരിക്കണ്ട, അങ്ങനെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് എന്താ പറയുക, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പറയുന്നില്ല, പക്ഷേ നമുക്ക് നമ്മൾ നാട്ടിലില്ലാത്തൊരു കാര്യമാണ്. അപ്പം എന്താ പറയുക, നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ അല്ലേ. നല്ലൊരു കാര്യമാണ് ഇവരിവിടെ ചെയ്യുന്നത്. അപ്പം അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ ഇങ്ങനെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.